ഈ വെളുപ്പാങ്കാലത്തുള്ള യാത്ര ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ വർക്കിന് പോണ വഴിക്ക് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നിട്ട് അവൻ നേരെ വർക്കിന് പോകുന്ന പറഞ്ഞത്. ഗുരുവായൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന. അപ്പോൾ അവൻ നേരെ പോയത് ഗുരുവായൂർ നമ്മുടെ കിഴക്കേന്നുള്ള ഭാഗത്തുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ പോയി കുറച്ച് നേരം നിന്ന് അവൻ എന്തോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് ഒരു ടൈം വന്നിട്ട് പിന്നെ മമ്മി ഒരു സ്റ്റോപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് KSRTC കാര്യങ്ങളൊക്കെ നിർത്തും. അപ്പോൾ അവിടെ നിന്ന് വേഗം എത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇത് ഗുരുവായൂർ ഇപ്പോൾ പുതുതായിട്ട് സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. അത് ഈ തമിഴ്നാട് അമ്പലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ മമ്മിയൂർ അമ്പലത്തിൽ സൈഡിൽ ഒരു ശിവൻ്റെ വിഗ്രഹം പോലത്തെ സംഭവമുണ്ട്, ചുമരിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്. രാത്രി കാണാൻ നല്ല ഭംഗിയായത്. ശരിക്കും രാവിലെ കണ്ണേക്കാൾ രാത്രി അടിപൊളിയാണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അവിടെ നിന്ന് നേരെ മമ്മിയൂർ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് പിന്നെ നമുക്ക് ബസ് കിട്ടി, KSRTC ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരത്തെ എൻ്റെ ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത്രയും നേരത്തെ എനിക്ക് ട്രാവൽ ചെയ്യാറില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു. അങ്ങനെ പോന്നു. പിന്നെ പെരുപ്പിലാവ് എത്തിയപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിങ് പുതുതായിട്ട് പണിയുണ്ട്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് ആ ബിൽഡിങ്ങിൻ്റെ വർക്ക്. മേ ബി അതിന് മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അത് പോരുന്ന വഴിക്കുള്ള വഴികളുണ്ട്. നമ്മുടെ പുഞ്ചിരിക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. രാവിലെ ഏറ്റവും രസം എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. കാരണം നമ്മൾ ഉച്ച നേരത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന കാരണം കൊണ്ട് അത്ര തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ കുഞ്ഞാപ്പിനെ വീട്ടിലാക്കിയിട്ട് ദോശയും വടയും മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ കൂറ്റനാട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് മസാല ദോശ, നല്ല ചൂടുള്ള വട ഉണ്ടാവും. അവിടുത്തെ വട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള നല്ല ക്രിസ്പി ആയിട്ടുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട കിട്ടും. അപ്പോൾ അതും ചട്നിയും നല്ല കോമ്പിനേഷനാണ് അവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ പോകുന്ന ടൈമിലൊക്കെ ഞാൻ എന്നും മേടിപ്പിക്കാറുണ്ട് അവിടെ. അപ്പോൾ പലഹാരം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ പണിക്ക് പോകാൻ നോക്കുകയുണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ അങ്ങനെ എന്തോ വന്നിട്ട് വർക്ക്ഷോപ്പിൽ. അപ്പോൾ മൂപ്പരിപ്പോൾ കുറേ ദിവസമായിട്ട് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞാപ്പിയുടെ അടുത്ത് കുഞ്ഞാപ്പി ഒന്ന് നോക്കി എന്താ പലഹാരം എന്താ സംഭവം എന്ന് വെച്ചിട്ട്. എന്നിട്ട് അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് മണത്ത് നോക്കി എന്താ സംഭവം എന്ന് വെച്ചിട്ട്. അപ്പോൾ അവളുടെ കയ്യിൽ അച്ഛൻ കൊടുത്ത പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പൈസ തന്നു, അച്ഛൻ പൈസ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് മണത്ത് നോക്കി പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ വേഗം ദോശയൊക്കെ കൊടുത്തു. കാരണം നമുക്ക് അമ്പലത്തിൽ പോകാണ്ടായിരുന്നു. ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഈ ചുരിദാറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഫീഡിങ് കുർത്തയാണ് കേട്ടോ. ഫീഡിങ് ഡ്രസ്സാണ്. കുർത്തയും ബോട്ടം കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഉണ്ട്, നദീത ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിൽ DM ചെയ്താൽ മതി. അപ്പോൾ അതിൽ അവൈലബിളാണ്, ഈ ഡ്രസ്സസൊക്കെ അവൈലബിളാണ്. വേറെ 1-2 ഡ്രസ്സുകൾ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിലും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ പിന്നെ പോന്നു കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് പോന്നു, അമ്പലത്തിൻ്റെ അവിടെ എത്തി.